ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സാന്റോസ് FC നേരത്തെ ആരംഭിച്ചതാണ്. പരിശീലകനായ ഓയോദയാണ് അതിനിപ്പോൾ നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, നെയ്മർ ജൂനിയർ ഇല്ല. അദ്ദേഹം ഇപ്പോൾ സർജറി കഴിഞ്ഞുകൊണ്ട് വിശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം സാന്റോസിൻ്റെ ട്രെയിനിങ് സെൻറ്റർ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. കൂടാതെ ജിമ്മിൽ കുറച്ചു നേരം ട്രെയിനിങ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ 1 മാസത്തോളം നെയ്മർക്ക് വിശ്രമം ആവശ്യമായി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നെയ്മറുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ റോളിൽ പരിശീലകൻ ആരെയായിരിക്കും ഉപയോഗപ്പെടുത്തുക? അതിന്റെ പുതിയ സൂചനകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ റോബിഞ്ഞോ ജൂനിയറിനെയാണ് നെയ്മറുടെ റോളിൽ ഈ പരിശീലകൻ ഉപയോഗപ്പെടുത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേവലം 18 വയസ്സ് മാത്രമുള്ള ടാലന്റാണ് റോബിഞ്ഞോ ജൂനിയർ. റോബിഞ്ഞോയുടെ മകനാണ് അദ്ദേഹം. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ തന്നെ മികച്ച പ്രകടനം സാന്റോസിന് വേണ്ടി പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. നെയ്മർ ജൂനിയർ സാധാരണ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അഥവാ നമ്പർ 10 റോളിലാണ് കളിക്കാറുള്ളത്. ആ റോളിൽ റോബിഞ്ഞോ ജൂനിയറിനെ പരിശീലനത്തിൽ ഈ പരിശീലകൻ ഉപയോഗപ്പെടുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ നെയ്മർ വിങ്ങർ ആയിക്കൊണ്ടും ചില സമയത്ത് കളിക്കാറുണ്ട്. റോബിഞ്ഞോ ജൂനിയറിനെയും വിങ്ങർ ആയിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ ഈ പരിശീലകൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റോൾ ഹൈസർ എന്ന താരത്തെയും നെയ്മറുടെ റോളിൽ കുറച്ചു നേരം കളിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നെയ്മറുടെ പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ സാന്റോസിന്റെ പരിശീലകൻ ഉള്ളത്. റോബിഞ്ഞോ ജൂനിയറിനെയാണ് നിലവിൽ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പൗളിസ്റ്റ A1-ലാണ് ഈ സീസണിലെ ആദ്യ മത്സരം സാന്റോസ് കളിക്കുക. അതായത് വരുന്ന ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുക. നോവോ ഹൊറിസോണ്ടിനോ എന്ന ഒരു ക്ലബിനെതിരെയാണ് കളിക്കുക. പൗളിസ്റ്റ A1-ലെ ആദ്യ 5 മത്സരങ്ങളും നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും. കൂടാതെ ബ്രസീലിയൻ ലീഗിലെ ആദ്യത്തെ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.